ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുമായിട്ട് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, റീസെന്റ് ടൈംസിൽ കേരള PSC ടെക്നിക്കൽ എക്സാമുകളുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി നോട്ടിഫിക്കേഷനുകൾ പുറത്തുവിട്ടിരുന്നു. അതിൽ തന്നെ ഈ ഒക്ടോബർ 3 അവസാന ഡേറ്റ് ഉള്ള കുറച്ച് തസ്തികകളുണ്ട്. അതിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഇനി ഏതാണ്ട് ഒരു മാസത്തോളം നമ്മുടെ മുമ്പിലുള്ള എക്സാമുകളാണ്. ഇവയൊന്നും നിങ്ങൾ അറിയാതെ പോകരുത്. നിങ്ങൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. നിർദ്ദിഷ്ട യോഗ്യതയുള്ള എല്ലാവരും ഈ ഒരു ടെക്നിക്കൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും അപ്ലൈ ചെയ്യുകയും വേണം. അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോയുടെ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ നോട്ടിഫിക്കേഷനുമായിട്ട് നോക്കാം. ആദ്യമായിട്ട് പറയുവാനുള്ളത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലാണ്. ഈ ഒരു പോസ്റ്റ് വിളിക്കുന്നത് യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരളയിലാണ്. കേരളത്തിലെ വ്യത്യസ്തങ്ങളായ യൂണിവേഴ്സിറ്റികളിലേക്കാണ് ഈ ഒരു തസ്തികയിൽ നിയമനം നടക്കാൻ പോകുന്നത്. ഇത് വളരെയധികം പേ സ്കെയിലുള്ള ഒരു തസ്തികയാണ്. 55,200 മുതൽ 1,15,300 രൂപ വരുന്ന ഏതാണ്ട് ഗസറ്റഡ് ഓഫീസറിന് ഇക്വലന്റ് ആയിട്ടുള്ള തസ്തികയാണ്. അപ്പം ആ ഒരു സാലറി പാക്കേജ് കിട്ടുന്ന ഒരു തസ്തികയാണ്. ഇത് നിയമനം നടക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കാണ്. ഈ തസ്തികയുടെ പേരെന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് വന്നിട്ട് 21 മുതൽ 40 വയസ്സ് വരെയാണ് ഈ ഒരു എക്സാമിനേഷന്റെ ഏജ് ലിമിറ്റ് വരും. സാധാരണ 36 വയസ്സാണ്. ഇവിടെ നമുക്ക് 40 വയസ്സ് വരെ ഏജ് ലിമിറ്റ് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. അതായത് എഞ്ചിനീയറിംഗ് ബിരുദമുള്ള ഏതൊരാൾക്കും ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇതിന്റെയും അവസാന ഡേറ്റ് എന്ന് പറഞ്ഞത് 3/10/2024 12 മണി വരെയാണ്. രാത്രി 12 മണി വരെയാണ് ഈ ഒരു അപേക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ടൈം ബൗണ്ട്. ഇനിയും ഇതിന് അപ്ലൈ ചെയ്യുന്നവര് ഈ പ്രൊഫൈലിൽ കയറി സെർച്ച് ചെയ്ത് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി തന്നെ കാറ്റഗറി നമ്പർ ഓർത്തിരുന്നു കഴിഞ്ഞാൽ അതിൽ ഡയറക്റ്റ് ആയിട്ട് എൻട്രിയിൽ നമുക്ക് കയറാൻ പറ്റും. അതിൽ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 276/2024 ആണ്. ഒന്നുകൂടി പറയാം, കാറ്റഗറി നമ്പർ 276/2024 എന്ന നമ്പറിലാണ് ഈ ഒരു തസ്തികയിൽ PSC നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർ ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ആ ഒരു ഡയറക്റ്റ് എൻട്രി നടക്കുന്നിടത്ത് ഈ ഒരു നമ്പർ എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് പ്രൊഫൈലിലേക്ക് പോകുവാനും ഡയറക്റ്റ് അപ്ലൈ ചെയ്യുവാനും പറ്റുന്നതായിരിക്കും. ഇനി ഇതുപോലുള്ള മറ്റൊരു തസ്തിക എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ കെമിസ്ട്രി ആണ്. ഇത് വന്നിട്ട് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലേക്കാണ്. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. ഗവൺമെന്റ് തന്നെ ഓൺ വകുപ്പാണ്. അതിലേക്കാണ് നിയമനം നടത്തുന്നത്. ഇവിടുത്തെയും തസ്തിക, ഇതിലത്തെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ 51,400 മുതൽ 1,10,300 രൂപ വരെയാണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 278/2024 ആണ്. ഇതിന് യോഗ്യതയായിട്ട് ഇതിന്റെ വേക്കൻസികൾ 2 എണ്ണം മാത്രമാണ് നിലവിൽ PSC പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിന്റെ എണ്ണം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നിയമനത്തിന്റെയൊക്കെ ടൈം വരുമ്പോഴേക്കും ഇതിന്റെ എണ്ണം കൂടും എന്നാണ് കരുതപ്പെടുന്നത്. ഇതിന്റെയും ഏജ് ലിമിറ്റ് 41 വയസ്സ് വരെയാണ്. ഇതിന്റെയും ഏജ് ലിമിറ്റ് PSC ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് MSc ഡിഗ്രി വേണം. കെമിസ്ട്രി ഓർ അപ്ലൈഡ് കെമിസ്ട്രിയിൽ വേണം. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയത്തിൽ MScയിൽ സെക്കൻഡ് ക്ലാസ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അത് കെമിസ്ട്രി ആയിരിക്കണം അല്ലെങ്കിൽ അപ്ലൈഡ് കെമിസ്ട്രി ആയിരിക്കണം. ഇതിന്റെ ആ ഒരു യോഗ്യതയിൽ വരുന്നവർക്ക് മാത്രമേ ഈ ഒരു തസ്തികയ്ക്കും അപ്ലൈ ചെയ്യാൻ ഒക്കെയുള്ളൂ. ഇതിന്റെയും അവസാന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 3 ഒക്ടോബർ 3 ഇതിന്റെയും അവസാന ഡേറ്റ് അപേക്ഷിക്കുവാനുള്ള. ഇനിയും അടുത്ത തസ്തിക എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഓവർസിയർ ഗ്രേഡ് 2 സിവിൽ. ഇത് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് ഹാർബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഡ്രാഫ്റ്റ്സ്മാൻ വന്നിരിക്കുന്നത്. ഈ ഒരു തസ്തികയ്ക്ക് കാറ്റഗറി നമ്പറായിട്ട് വരുന്നത് 280/2024 ആണ്. 280/2024 എന്ന തസ്തിക അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് ഹാർബർ എഞ്ചിനീയറിംഗ് വിങ്ങിലേക്കാണ് നിയമനം വരുന്നത്. തസ്തികയുടെ പേര് വന്നിട്ട് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 സിവിൽ ഓവർസിയർ ഗ്രേഡ് 2. ഈ രണ്ട് പേരിൽ ഏതെങ്കിലും തസ്തികയിൽ, ഈ രണ്ടിലേതെങ്കിലും ഒരു തസ്തികയിലേക്കായിരിക്കും നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത്. നിലവിലെ വേക്കൻസി 5 എണ്ണമാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ വേക്കൻസി ഉയരും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇതിന്റെ സാലറി പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 31,100 മുതൽ 66,800 വരെയാണ് ഇതിന്റെ ഒരു പേ സ്കെയിൽ. ഇനിയും ഇവിടെ ഏജ് ലിമിറ്റിന് പ്രശ്നം വന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ 40-41 പറഞ്ഞെങ്കിൽ ഇവിടെ 18 മുതൽ 36 വയസ്സ് വരെയാണ് ഇവിടുത്തെ ഏജ് ലിമിറ്റ്. സാധാരണ PSC ഏജ് ലിമിറ്റിലേക്ക് ഇത് താന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഈ ഏജ് ലിമിറ്റിനകത്തുള്ള ഈ യോഗ്യത എന്താണെന്ന് പറയാം. യോഗ്യതയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയും ഇതിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ ബേസായിട്ട് ഇദ്ദേഹം SSLC പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അത് ഇക്വലന്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ഉണ്ടായിരിക്കണം. ഇനിയും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? അതായത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിൽ
അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതായത് NCVT സർട്ടിഫിക്കറ്റ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിൽ ഉണ്ടായിരിക്കണം. അതാണ് ഇതിന്റെ ബേസ് ക്വാളിഫിക്കേഷൻ. ഇനി ഇതിന് മുകളിലോട്ടുള്ള എല്ലാ യോഗ്യതകളും ഇതിനെന്താണ്, ഇതിന് എലിജിബിൾ ക്വാളിറ്റികളായിട്ട് വരും. അതായത് MTech ഉൾപ്പെടെയുള്ള പല ഡിഫറൻറ്റ് കോഴ്സുകൾ ഇതിന്റെ എലിജിബിൾ ക്വാളിറ്റി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ബേസ് യോഗ്യത NCVT സർട്ടിഫിക്കറ്റും SSLC പാസ്സായ ശേഷമുള്ള NCVT സർട്ടിഫിക്കറ്റ് ഡ്രാഫ്റ്റ്സ്മാനിൽ വേണം എന്നുള്ളതാണ്. ബാക്കിയൊക്കെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി ക്വാളിഫിക്കേഷൻ ഇക്വലൻസി ആയിട്ട് പരിഗണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യമായിട്ട് NDC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, അത് MTech മുതലുള്ള എല്ലാ യോഗ്യതകളും ഇവിടെ പരിഗണിക്കുന്നതാണ്. ഇനി NDC സർവേയർ, അതിന്റെ ITI ITC സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, BTech സിവിൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ ഇതിന്റെ ഇക്വലൻസി ആയിട്ട് കരുതുന്നതാണ്. ഇനിയും KGT ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ബിൽഡിംഗ് ഡ്രോയിങ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേ ആൻഡ് ഇറിഗേഷൻ, ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് KGCE സിവിൽ എഞ്ചിനീയറിംഗും ഇതിന് ഇക്വലൻസി ആയിട്ട് കരുതുന്നതാണ്. സർട്ടിഫിക്കറ്റിന് ഇക്വലൻസി ആയിട്ട് കരുതുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കും ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് എന്ന് ഓർത്തു വെക്കുക. അതായത് ഞാൻ ആ പറഞ്ഞ നിർദ്ദിഷ്ട യോഗ്യത ഇല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വലൻസി ഉള്ളവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓർത്തു വെക്കുക, നിങ്ങൾ ഈ രണ്ട് സർട്ടിഫിക്കറ്റ്, ഞാൻ ആദ്യം പറഞ്ഞ NCVTക്ക് ഒപ്പം തന്നെ ഈ പറഞ്ഞ ക്രൈറ്റീരിയകളിൽ ഏത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയും കഴിഞ്ഞ തവണത്തെ ഡ്രാഫ്റ്റ്സ്മാന്റെ അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് ആണ് കിടക്കുന്നത്. കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരികയും അതിലേതാണ്ട് 66 തസ്തികകളിലേക്ക് അഡ്വൈസ് കൊടുക്കുകയും ചെയ്തു. അതായത് 66 പേർക്ക് നിയമനം കിട്ടുകയും ചെയ്തു. അതായത് ഓർക്കുക, 5-6 നോട്ടിഫിക്കേഷനായിട്ട് വന്നൊരു മേഖലയിൽ നിന്ന് ഏതാണ്ട് 66 മേഖലയിലേക്ക് മാറി, 66 നിയമനങ്ങളിലേക്ക് മാറി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഒരു വലിയ മാറ്റം നിങ്ങൾക്കും കിട്ടുമെന്ന് ഓർക്കുക. അപ്പം ഇത് വളരെയധികം നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തികയാണ്. അപ്പം ഇതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, പരീക്ഷകൾ നന്നായിട്ട് എഴുതുക. അതായത് അവസരങ്ങൾ ധാരാളമായിട്ട് തന്നിരിക്കുകയാണ് PSC മേഖലയുള്ളവർക്ക്. ടെക്നിക്കലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതാത് മേഖലകളിൽ നന്നായിട്ട് എഫേർട്ട് ഇട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കരുതുന്നു. അടുത്ത തസ്തിക സയന്റിഫിക് അസിസ്റ്റന്റ് പത്തോളജി എന്നതാണ്. അത് പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു തസ്തികയാണ്. ഈ തസ്തികയുടെ ഇമ്പോർട്ടൻസ് നോക്കാം. ഇതിൽ പ്രധാനമായിട്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ മെഡിക്കൽ കോളേജുകൾ ഒക്കെ നഴ്സിംഗ് കോളേജുകളൊക്കെ വരുന്ന അധ്യാപന വിങ്ങിലേക്ക് വരുന്നതാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത്. ഇതിന്റെയും നിലവിലെ തസ്തിക 1 മാത്രമാണ്. പക്ഷേ സ്കെയിൽ ഓഫ് പേ വളരെ ഉയർന്നതാണ്. 50,200 മുതൽ 1,05,300 വരെ വരുന്ന ഒരു ഉയർന്ന സ്കെയിൽ ഓഫ് പേ ആണ് ഇവിടെയുള്ളത്. ഇവിടെ ഏജ് ബാർ വന്നത് 18 മുതൽ 37 വയസ്സ് വരെയാണ്. 37 വയസ്സ് വരെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഏജ് 37, സാധാരണ 36 ആണ് കാണുന്നത്. ഇവിടെ എന്തോ 37, ഒരു വർഷം കൂടി അധികമായിട്ട് ഇട്ടേക്കുന്നത് കാണുന്നു. ഇനിയും ഇതിന് യോഗ്യത എന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് MSc കെമിസ്ട്രിയിൽ 1st or 2nd ക്ലാസ് വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ സുവോളജിയിൽ 1st or 2nd ക്ലാസ് വേണം. അതായത് MSc കെമിസ്ട്രിയിലും അല്ലെങ്കിൽ MSc സുവോളജിയിലും 1st അല്ലെങ്കിൽ 2nd ക്ലാസ് വേണം. അതായത് ഇതിൽ MSc ബിരുദം ഉണ്ടായിട്ട് കാര്യമില്ല, ബിരുദധാരിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് 2nd ക്ലാസ്സോ 1st ക്ലാസ്സോ, അതായത് 2nd ക്ലാസ്സിന് മുകളിലോട്ടുള്ളവർക്ക് മാത്രമേ ഈ ഒരു യോഗ്യതയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നതാണ് ഈ ഒരു തസ്തികയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 2-3 തസ്തികൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. അതായത് എന്തുണ്ട്, വിദ്യാഭ്യാസ യോഗ്യത മാത്രമല്ല പറയുന്നത്, മറിച്ച് മാർക്ക് അതിനകത്തൊരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നു. മിക്ക സയൻസ് വിഷയങ്ങളും ഐച്ഛികമായി പഠിക്കുന്നവർക്ക് അങ്ങനെ ഒരു വലിയ വിഷയമുണ്ട്. പലതിനും അവർ മാർക്ക് ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെച്ച് തന്നെയാണ് ഈ ഒരു നിയമനങ്ങൾ നടത്തുന്നത്. പിന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട എല്ലാ തസ്തികകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേക്കൻസി കുറച്ച് കുറവാണ് എന്നുള്ളതാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വേക്കൻസി കുറച്ച് കുറവാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു മേഖലയിൽ ഇനി ധാരാളം വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം താരതമ്യേനമായി വളരെയധികം കുറവായിരിക്കും. കാരണം ഇത്രത്തോളം ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണ്ടതായതുകൊണ്ട് തന്നെ ടെക്നിക്കൽ എക്സ്പെർട്ട് ആയിട്ടുള്ള പലരും പല മേഖലകളിൽ എൻഗേജ്ഡ് ആയിട്ട് വളരെയധികം ഹൈസം സാലറി വാങ്ങുന്നവരൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ പലരും എന്ത് ചെയ്യില്ല, ഇതിന് അപ്ലൈ ചെയ്യില്ല. നിങ്ങൾ ഇതിനു വേണ്ടി ഒന്ന് എഫേർട്ട് ഇട്ടാൽ, അതായത് ജസ്റ്റ് ഒരു എഫേർട്ട് ഇടാൻ തയ്യാറായാൽ തന്നെ നിങ്ങൾക്ക് വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. സാധാരണഗതിയിൽ മറ്റ് ജനറൽ PSCയിൽ കാണുന്ന പോലെയുള്ള ഒരു ഡിഫിക്കൽട്ടി ഇവിടെ ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അതിൽ ആദ്യത്തെ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു കോമ്പറ്റീഷൻ, വലിയൊരു മാസിനോട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യണ്ട എന്ന് പറയുന്നൊരു വലിയ അഡ്വാൻറ്റേജ് കിട്ടുന്നു. രണ്ടാമത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതൊന്നുമല്ല, നിങ്ങൾക്ക് പഠിക്കേണ്ടുന്ന മേഖലകൾ നിങ്ങളുടെ സബ്ജക്റ്റിനകത്ത് നിന്നുള്ളതാണ്.
മനസ്സിലായില്ലേ? ഇപ്പം ജനറൽ PSCക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ വിഷയങ്ങളും എല്ലാ മേഖലകളും അവര് തൊട്ട് തലോടി പോകണം. പക്ഷേ ഇവിടെ നിങ്ങൾ ആ പ്രധാനപ്പെട്ട സിലബസ് കൂടി നിന്ന് നിങ്ങളുടെ തന്നെ സബ്ജക്റ്റിനകത്ത് തറവായിട്ട് പഠിച്ചു കഴിഞ്ഞ് പോയാൽ നിങ്ങൾക്ക് എളുപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മാത്രമല്ല പലപ്പോഴും ഈ ഒരു വേക്കൻസി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും 15-20 വരെയൊക്കെ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു വേക്കൻസി 66 നിയമനങ്ങളാണ് നടന്നത്. അത് അന്ന് ആ സമയത്തെ നോട്ടിഫിക്കേഷൻ വളരെ ചെറിയൊരു നമ്പർ ആയിരുന്നു എന്ന് ഓർക്കണം. ഒരു ഡബിൾ ഡിജിറ്റ് പോലും വരാത്തത്ര നമ്പർ ആയിരുന്നു അന്ന് ഈ ഒരു ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്ന തസ്തികയിൽ ഗ്രേഡ് 2-ൽ നേരത്തെ വന്നത്. അതിനെയാണ് ഈ ഒരു 66 എന്ന് പറയുന്ന നമ്പർ വരെ നിയമനങ്ങൾ പോയത്. അത്തരത്തിലാണ് ഇതിലെ എല്ലാ നിയമനങ്ങളുടെയും രീതി. പലപ്പോഴും നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വേക്കൻസി 1-ഓ 2-ഓ ഒക്കെ ആണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതി അത്യാവശ്യം ഡീസന്റ് ഒരു മാർക്കിലേക്ക് എത്തിയാൽ ഉറപ്പാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു വലിയ മിഠായി തന്നെയാണ്. അതായത് നല്ല ഉയർന്ന ശമ്പളമുള്ള ഉയർന്ന സ്റ്റാറ്റസ് ഉള്ള ഒരു തസ്തികയിലേക്ക് തന്നെയാണ് നിങ്ങൾ നിയമിതരാകുന്നത് എന്ന് ഓർക്കണം. അതൊരു ചെറിയ കാര്യമല്ല. ഇതിനുള്ള അവസരമാണ്. ഒരു രീതിയിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നന്നായിട്ട് എഫർട്ട് ഇട്ട് കൃത്യതയോടുകൂടി പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആദ്യ ഘട്ടം. അതിനാദ്യം സിലബസ് മനസ്സിലാക്കണം, ചിട്ടയായിട്ടുള്ള പഠനം വേണം, കൃത്യത വേണം. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒപ്പം റിവിഷൻ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടുന്ന റാങ്കിൽ തന്നെ എത്താൻ പറ്റും. അപ്പം എല്ലാവരും കൃത്യതയോട് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.